മൂത്തോരൻ കാവില് പൂസയുണ്ട്. പൂശ ഉണ്ടാവട്ടോ, അത് അന്നല്ലേ. അതിനിപ്പോഴേ എല്ലാരും കൂടി പണിയും കളഞ്ഞ് കുടി കയറിയിരിക്കുക. രാഘവ, 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 ഇതെന്തുറക്കാടോ? താൻ ഇന്നലെ ഏത് പാതിരിക്കാ വന്നത്? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ഞാൻ അവരാച്ചന്റെ അടുത്ത് പെട്ടു അല്ലേ? എനിക്ക് അപ്പോഴേ മനസ്സിലായി. തലയ്ക്ക് നല്ല വെളിവായിട്ടില്ല. എന്നിട്ട് കുളിക്കണോ? എന്നിട്ട് പണിസ്ഥലത്തേക്ക് വാ. നമുക്ക് അധികാരിയെ കാണണ്ടേ? ആ ഒരു പണി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം വെടുപ്പായി. പിന്നെ പണം പാസ്സാക്കേണ്ടത്. അധികാരിയെ ഞാനും കണ്ടിട്ട് ഇഷ്യൂസായി. അവിടെ സിംഗപ്പൂർ പ്ലാവ് കാച്ചി കിടക്കുന്നത് കാരണം കണ്ട കൊതിയാവും. എങ്ങനെയുണ്ട് പോലെ? കുഴപ്പമില്ല. എന്താ നാളോട്ടെ ഭയങ്കര തലവേദന. ഞാൻ ഇത്രയും കിടക്കട്ടെ. എടോ, ആരാൻ തരുന്നതെന്ന് കരുതി കിട്ടണതൊക്കെ എടുത്ത് കുടിച്ചാ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അധികാരിയുടെ അടുത്ത് പോകണ്ടോ? പിന്നെ ആട്ടെ. അവറാച്ചന്റെ അടുത്ത് വരെ അപ്പൊ റോഡ് വരും. ജീപ്പ് വാങ്ങിയാ മതി. ഞാൻ പറയണത് കാളവണ്ടി വാങ്ങാന്നാ. വഴി ഇത്തിരി ചെത്തി നന്നാക്കിയാ മോളിൽ കൂടി മുറ്റം വരെ എത്തിക്കാം. രാഘവ, 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 തോട്ടപൊട്ടണ ശബ്ദമല്ലേ കേട്ടത്? വല്ലതും കുടുങ്ങിണ്ടാവും. വാ, രാവിലെ നോക്കാം. താൻ എന്ത് മണ്ടത്തരടെ പറഞ്ഞ? രാവിലേക്ക് കുറുക്കന്മാര് വല്ലതും ബാക്കി വെച്ചേക്കുവോ? പാടു. കിടന്നില്ലേ? ഇല്ല. പാവം. തല പൊളിഞ്ഞാലും പന്നി ഒരുപാട് ദൂരം ഓടിയിട്ടാണത്രേ വീഴ. പനി എങ്ങനെയുണ്ട്? കുറവുണ്ട്. നാട്ടിൽ വരെ സ്വന്തക്കാരും? അച്ഛനുണ്ട്, കാണാറില്ല. വയസ്സുകാലത്തൊരു കല്യാണം കഴിക്കാൻ തോന്നിയപ്പോ ഓരോ കഷ്ണ സ്ഥലം നിന്ന് മക്കളെയൊക്കെ കൊത്തിയാട്ടി. ആ കുട്ടിയുടെ രാജിയുടെ വീട്ടിലോ? പെട്ട വിലക്കെല്ലാം വിറ്റുപറക്കി കണാരത്നം ദേവിയേട്ടത്തെയും പോയി. എവിടേക്ക്? അറിഞ്ഞൂടാ. ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ഇനി അച്ഛൻ ഏത് നേരത്തെ വരികയെന്നറിയില്ല. കിടന്നോളൂ. നാമം ജപിച്ച് കിടന്നാ മതി. വേറെ ഓരോ വിചാരമായി ഉറങ്ങാണ്ടിരുന്ന പനി വിടില്ല. ഇന്നുറങ്ങും, സമാധാനമായിട്ട് ഉറങ്ങും. തല നനയ്ക്കണ്ടെന്നാ തോന്നണേ, മുറിവ് ഉണങ്ങണ വരെ.
ഓ പതുക്കെ. സാരമില്ല. കൂടെ ചെന്ന് കുളിപ്പിച്ചു കൊടുക്കായിരുന്നില്ലേ? എടോ ആ നികുതി ഷീട്ട് മേടിക്കണ്ടേ? ഞാൻ കടം വാങ്ങണില്ല, കൃഷി നടത്താനും പോണില്ല. താൻ എന്താ ഈ പറയണത്? ലാഭം വേണ്ട, സ്ഥലത്തിന് കൊടുത്ത കാശ് കൈ തന്നാ മതി ആരെങ്കിലും. ഞാൻ എന്റെ പാട് നോക്കി പോവാ. ഇതെന്താടോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നിങ്ങൾക്കൊക്കെ ഞാനിപ്പോ ഒരു ശല്യമാ, എനിക്കറിയാം. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയണത്. ഒരു തരത്തിൽ നീ ഇവിടെ വന്ന് വെട്ടത് നാണുവേട്ടിന് തോന്നുന്നുണ്ടാവില്ല. ഓ അത് ശരി. കൊച്ചുട്ടി ചിലപ്പോ മുൻചുണ്ടി കൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വകവയ്ക്കണ്ട. ഞാൻ വിചാരിച്ച ചില കാര്യങ്ങള് ബാലൻ പറയും. ബാലനോ? ആ പോയിപ്പോ മധ്യസ്ഥം പറയാനും ബാലൻ വേണമെന്നായോ? അതല്ല ബാലൻ. കള്ള തിരുമാലി, അയ്യോ പാവം തോന്നിക്കാൻ അവൻ ഇല്ലാത്ത സൂക്കട് അടിച്ച് ഇറക്കല്ലേ. അവൻ ഏതാ സാധനം നിങ്ങൾക്കറിയോ? നിങ്ങളുടെ വലിയ കാര്യപ്രാപ്തിയിലെ മോളില്ലേ, അവക്കറിയോ? ബാലനോ? എന്താ ഈ പറയണത്? തരം കിട്ടി മുറിച്ച് കക്കും. എന്റെ ചെങ്ങായിയൊക്കെ ആയിരുന്നു പണ്ട്. പറയാതിരുന്നാ പിന്നെ അത് എന്റെ പേരിലൊരു തെറ്റാവും. ഈശ്വര, കൊച്ചൂട്ടി ഒറ്റയ്ക്ക് അവിടെ? ഇല്ല, ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യം വരില്ല എന്ന് വെച്ചോളൂ. കക്കണതല്ല പേടിക്കേണ്ടത്, അതിലും വലിയ സംഗതി മേലാ നോട്ടം. കൊച്ചൂട്ടി എടുത്ത് കൊഞ്ചലും കൊഴലും ഞാൻ കാണുന്നുണ്ട്. അവൻ ഞഞ്ഞാമിഞ്ഞ 4 വർത്താനം പറഞ്ഞ ആരും വീഴും. അവന്റെ കളവ് കേസ് കേട്ടപ്പോ നിങ്ങൾക്ക് തലേ കൈവച്ചില്ലേ, അതാ അവന്റെ സാമർത്ഥ്യം. ഇനിയും കഥകൾ വരും. നുണയാണോ? കാൽ കാശില്ലാത്തവന് കട്ടുപോകാൻ കെട്ടിയിരിപ്പല്ലേ. അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു മയക്കി മോളെ ചാടിച്ചോണ്ട് പോകാനോ മടിക്കില്ല. അവനതിലപ്പുറം ചെയ്യും. എന്റെ മോളോ? അങ്ങനെ ആർക്കും മയക്കാനൊന്നും അവളെ കിട്ടില്ല. ആ പേടിയൊന്നും എനിക്കില്ല. ഓ, പണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഏതോ വാര്യത്തെ കാരണവന്മാരും അല്ലേ? വഴിയുണ്ട്, ഇറങ്ങിക്കോ. വടിയും കുത്തി പതുക്കെ പതുക്കെ സ്ഥലം വിട്ടോന്ന് ഞാൻ ഇപ്പൊ പറയാലോ. നല്ലത് വിചാരിച്ച് ഓരോന്ന് ചെയ്യുമ്പോ. വേണ്ട, ഇപ്പൊ മനസ്സിൽ വെച്ചാ മതി. നടക്കാറായിന്ന് കണ്ട ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടേ വിട്ടോളാം. വല്ലതും 10 50 കൊടുത്ത് തുലയ്ക്കാം, അതിനല്ലേ വന്നത്. ബസ് കൂലി അതിൽ കൂടുതൽ കാശ് കൊടുക്കരുത്. നയിച്ചുണ്ടാക്കട്ടെ. ആളുകളെ ചൂഴ്ന്നു നോക്കാൻ പറ്റില്ലല്ലോ. കാഴ്ചക്ക് എന്തൊരു സാധു. അറിഞ്ഞ ഭാവം കാട്ടണ്ട, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.